നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1007th day. Today 15th sloka of Pradhama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1007ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. അഭിഭ്രദ്യമാദണ്ഡം യഥാവധഖാരിഷു യാവദ്ദധാരത് ശൂദ്രത്വം ശാപാദ്വർഷശതം യമ. ഓം തത്സത്. അഭിദ്രദ്യമാദണ്ഡം യഥാവധഖാരിഷു യാവദ്ധാരശൂദ്രത്വം ശാപാദ്വർഷശതം യമ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അഭിഭ്രദ് അര്യമ ദണ്ഡം യാവത് ദധാര കാരിഷു അഘകാരിഷു യഥാവത് അഘകാരിഷു. യഥാവധകാരിഷു എന്നുള്ളത് യഥാവത് അധകാരിഷു യാവത് ദധാര ശൂദ്രം ത്വം ശാപാത് വർഷശതം യമ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് യമൻ, യമ എന്ന് പറഞ്ഞാൽ യമൻ, ശാപാത് ശാപം ഹേതുവായിട്ട്, വർഷശതം 100 വർഷം, ശൂദ്രത്വം ശൂദ്രൻ എന്ന നിലയെ, യാവത് ദധാര യാവത് ദധാര എന്നുള്ളത് യാവത് ദധാര ഏതുവരെ ധരിച്ചു അതുവരെ, ശാപാത് അഘകാരിഷു പാപികളിൽ, ദണ്ഡം ദണ്ഡത്തെ, അജ്യമ സൂര്യൻ, യഥാവത് അഘകാരിഷു അതായത് യഥാവിധി പാപികളിൽ. അഘകാരിഷു എന്ന് പറഞ്ഞാൽ പാപികളിൽ. അഭിഭ്രത് ഭരിച്ചു, അഭിഭ്രത് അര്യമ. അഭിഭ്രദ്യമ എന്നുള്ളത് അഭിഭ്രത് അര്യമ ഭരിച്ചു സൂര്യൻ. അര്യമ സൂര്യൻ. സംസ്കൃതത്തിൽ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, മലയാളം മാതിരിയല്ല ഉണ്ടാവുക. അതുകൊണ്ട് അഭിഭ്രത് അര്യമ എന്നുള്ളത് അഭിഭ്രത് ഭരിച്ചു, അര്യമ സൂര്യൻ, ദണ്ഡത്തെ അതായത് കാലദണ്ഡത്തെ ഉപയോഗിച്ചത് സൂര്യനായിരുന്നു എന്ന്. എന്തെന്നാൽ ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ വിതുരർ ധൃതരാഷ്ട്രയെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. വിതുരർ ശൂദ്രദാസിയിലുണ്ടായ പുത്രനാണ്. വ്യാസമഹർഷിക്ക് ദാസിയിലുണ്ടായ പുത്രനാണ് വിതുരർ. അപ്രകാരം ദാസീപുത്രനായിട്ടുള്ള വിതുരർ എപ്രകാരമാണ് ധൃതരാഷ്ട്രക്ക് ഉപദേശം നൽകുക എന്നുള്ളതിന് പറയുകയാണ്. വിതുരർ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം യമദേവൻ്റെ ധർമ്മദേവൻ്റെ അവതാരമാണ്. ധർമ്മദേവൻ മാണ്ഡവ്യമുനിയെ ശിക്ഷിച്ചു. അതായത് കുറേ പേർ കള്ളന്മാർ, യമധർമാചാര്യൻ പിതാവ്, അതായത് കള്ളന്മാരെ അന്വേഷിച്ച് നടക്കുന്ന രാജ്യഭടന്മാർ, ഈ കള്ളന്മാർ മാണ്ഡവ്യമുനിയുടെ ആശ്രമത്തിൽ ഒളിച്ചത് കാരണം മാണ്ഡവമുനിയോടൊപ്പം ഈ കള്ളന്മാരെയും കൊണ്ടുവന്നു. അപ്പോൾ ഈ കള്ളന്മാരെ ദണ്ഡിക്കുമ്പോൾ ശൂലത്തിൽ കയറ്റി മാണ്ഡവമുനിയെയും ദണ്ഡിച്ചു. അപ്പോൾ യമനോട് എന്നെ ഇങ്ങനെ ശൂലത്തിൽ കയറ്റുവാൻ എന്താണ് കാരണം എന്ന് മാണ്ഡവ്യമുനി ചോദിക്കുകയും, ആ മാണ്ഡവ്യമുനി ചോദിച്ചപ്പോൾ നീ ചെറുപ്പത്തിൽ ചിത്രശലഭത്തെയെല്ലാം ശൂലത്തിൽ കോർത്ത് കളിച്ചിരുന്നു, അതാണ് നിനക്ക് ഇങ്ങനെയുള്ളൊരു ദണ്ഡന ലഭിച്ചത് എന്ന് പറഞ്ഞു.
അപ്പോൾ ബാല്യത്തിൽ അറിവില്ലാതെ ചെയ്തു പോയ കുറ്റത്തിന് ഇപ്രകാരം ശിക്ഷിച്ച നീ ശൂദ്രയോനിയിൽ ഭൂമിയിൽ 100 വർഷം പിറക്കട്ടെ, ശൂദ്രയോനിയിൽ പിറക്കട്ടെ, 100 വർഷം ശൂദ്രനായി ഭവിക്കട്ടെ എന്ന് ശപിക്കുകയും മാണ്ഡവ്യമുനി ശപിക്കുകയും അപ്രകാരം യമധർമ്മരാജാവ് വിദുരരായിട്ട് വ്യാസമുനിയിൽ ദാസിയിൽ ഉണ്ടാവുകയും ചെയ്തു. അതാണ് ജന്മാന്തര സംസ്കാരം നിമിത്തം വിദുരർക്ക് യോഗ്യതയുണ്ട് ഉപദേശിക്കാൻ. വിദുരർ മഹാനാണ്, മഹത്വമാണ് എന്ന് പറയുകയാണ്. മഹാഭാരതത്തിൽ വരുന്ന കഥയാണ് മാണ്ഡവ്യമുനി ശപിക്കുന്നതും മറ്റും. അതുകൊണ്ട് തന്നെ വിദുരർക്ക് ശൂദ്രത്വം ലഭിച്ചത് ശാപം കൊണ്ടാണ്. അദ്ദേഹത്തിന് ധൃതരാഷ്ട്രയെ ഉപദേശിക്കുവാനുള്ള അധികാരമുണ്ട്. അപ്രകാരം യമധർമ്മ രാജാവ് വിദുരരായിട്ട് ലോകത്തിൽ വസിച്ച കാലത്ത് സൂര്യഭഗവാൻ, യമധർമ്മരാജാവിൻ്റെ പിതാവാണ് സൂര്യഭഗവാൻ. സൂര്യഭഗവാൻ തന്നെ ആ നീതിദണ്ഡ് കൈകിലെടുത്തിട്ട് ആ യമലോകത്തെ ഭരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാവർക്കും അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന് കാണിക്കുകയാണ് ശ്രീമദ് മഹാഭാഗവതം. ശ്ലോകം ഒരിക്കൽ കൂടി. അഭിദ്രജ്യമാദണ്ഡം യഥാവദകാരിഷു യാവദ്ധധാര ശൂദ്രത്വം ശാപാദ്വർഷശതം യമ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.